അടുക്കും ചിട്ടയും. ചിലർക്ക് ഭയങ്കര അടുക്കും ചിട്ടയും, ചിലർക്ക് ആവശ്യത്തിന് പോലും ഒരടുക്കും ചിട്ടയും കാണില്ല. ഇത് പറയുമ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നു അടുക്കും ചിട്ടയില്ലാത്ത ഒരു കൂട്ടുകാരിയെക്കുറിച്ചായിരുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. ഞങ്ങൾ അടുത്തടുത്ത ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ തൊട്ടടുത്തും ഇരിക്കും, മാറി മാറിയൊക്കെ ഇരിക്കുമല്ലോ. അങ്ങനെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പം അവളുടെ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ബാഗുമാണ്, ഇഷ്ടംപോലെ വലിയ പുസ്തകങ്ങളൊക്കെയാണ്. അവളുടെ ബാഗ് തുറക്കാൻ സത്യത്തിൽ അവൾക്ക് പേടിയുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വല്ല എലിയോ പാറ്റയോ പല്ലിയോ ഒക്കെ അതിനകത്ത് കാണുമായിരിക്കും. അയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ബാഗ് ഇങ്ങനെ തുറക്കേണ്ട താമസം മൊത്തം പേപ്പറും എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരും. കാരണം നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് എല്ലാം കൂടെ നമ്മളൊരു ചാക്കിലേക്ക് നിറയ്ക്കില്ലേ, കുറേ പേപ്പറും അതും ഇതും എല്ലാം കൂടെ കളയാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിലേക്ക് നിറയ്ക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചാക്കിലെല്ലാം കൂടെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ അലക്കുലത്തുകളെല്ലാം കൂടി ഇരിക്കുന്ന ഒരവസ്ഥ. അതുപോലാണ് അവളുടെ ബാഗ് തുറക്കുമ്പോൾ. ഞാനൊരു പ്രാവശ്യം ചോദിച്ചു, ഇതെന്താ വാടേ ഇതെന്തീ കാണിച്ചു വെച്ചിരിക്കുന്നത്, നിനക്കിന്നതൊന്നും ബുക്കും ഇതൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുക, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കറക്റ്റായിട്ട് അതിനകത്ത് നല്ല. പക്ഷെ എന്നിട്ട് ഇതെടുക്കും, പഠിക്കും, എല്ലാം തിരിച്ച് അതുപോലെ തന്നെ എടുത്തങ്ങ് വയ്ക്കുക. അടുക്കും പെറുക്കലും ഒന്നുമില്ല. ചില ബുക്കൊക്കെ പകുതി വെച്ച് മടങ്ങിയിരിക്കണം, പുസ്തകമൊക്കെ അങ്ങനെ മൊത്തവും കീറി ഒരു എന്താ പറയുക അവിയൽ വരുമോ എന്നൊക്കെ പറയാം. അതുപോലെയാണ് അവളുടെ ബാഗിൽ ബുക്കും പുസ്തകവും എല്ലാം കൂടി ഇരിക്കുന്നത്. അവളുടെ വൃത്തിയും അതുപോലെ തന്നെ. അപ്പം ഞാൻ പറയും ഇതെന്താണ്. അപ്പോൾ അവളുടെ വീട്ടിൻ്റെ വഴി പോകുമ്പോഴും ഞാൻ നോക്കും ഇവളുടെ ബാഗ് പോലാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ ബാഗ് പോലൊക്കെ തന്നെയാണ് അവളുടെ വീടും പരിസരവും കാണാനും. അപ്പോൾ എവിടെയാണ് അവൾ തെറ്റുപറ്റിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ആയത്? അവൾ 8-ലോ 9-ലോ പഠിക്കുന്ന പ്രായത്തിൽ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അവളുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അമ്മയാണ് ഈ അടുക്കും ചിട്ടയും വീടും പരിസരം എല്ലാം വൃത്തിയാക്കേണ്ട ആൾ. അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ടാണ്. അസുഖങ്ങളൊന്നും ഇല്ലായിട്ടും വീടും പരിസരവും വൃത്തികേടായിട്ട് കിടക്കുന്നത് കണ്ട് ശീലിച്ചാണ് അവൾ വളരുന്നത്. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും അവൾക്കും ആ സ്വഭാവമായി ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ ചിലരുണ്ട് അമ്മമാരെ വഴക്ക് പറഞ്ഞിട്ട് വൃത്തിയാക്കിയെല്ലാം നോക്കുന്നവരുണ്ട്. കൂടുതലും എന്താണ്, നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് വെച്ച് നമ്മൾ അതേപോലെ ജീവിക്കാം. നമുക്കറിയില്ല പലതും, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പഠിക്കണം. ഇപ്പോൾ അവൾ ഏത് രീതിയിലാണോ എന്തോ അറിയില്ല, പിന്നീട് കണ്ടിട്ടില്ല അങ്ങനെ. അപ്പം അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓവറാവല്ല ഒന്നും, പക്ഷേ കുറേയെങ്കിലും നമ്മുടെ വീട്ടിലേക്ക്, കാരണം അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അടുക്കും ചിട്ടയായിട്ട് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാടൊന്നും വൃത്തിയാകുന്നില്ല, എന്നാലും ആളുകൾ പെട്ടെന്നായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത്. അപ്പം നമ്മുടെ വീടിനകമൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സ്ത്രീകളെയാണ് ആദ്യം പഴിക്കുക. സ്ത്രീകളെല്ലാം പുരുഷന്മാർ മാത്രം താമസിക്കണമെങ്കിലും നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇതെന്താണിത്, ചിലരൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ മടിക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു വൃത്തിയും വിനയവും എന്നൊക്കെ പറയത്തില്ലേ, ഒരു വൃത്തിയും അടുക്കും ചിട്ടയും ആവശ്യമാണ്. കാരണം നിങ്ങളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പുറകെ ഒരുപാട് തലമുറകൾ വെയിറ്റിങ്ങിലാണ്. അപ്പം അടുക്കും ചിട്ടയും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്. ആവശ്യത്തിന് ഇതെല്ലാം വേണം, അടുക്കും വേണം, ചിട്ടയും വേണം ജീവിതത്തിൽ മുഴുവൻ നീളം. ശരിയല്ലേ?